ഹലോ കൂട്ടുകാരെ, സിക്കിമിലൂടെയുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇന്ത്യ ചൈന ബോർഡറിലായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഇങ്ങനെ ലേക്കുകളൊക്കെ കണ്ടിരുന്നു. എന്താ പറയുക, അതിൻ്റെ ആ ഒരു കളറിൻ്റെ പ്രത്യേകതയാണോ, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കളറിൽ നദികൾ കാണുന്നത്, അതുകൊണ്ടാണോ എന്നറിയില്ല. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റിലുള്ള മലകളിലാണെങ്കിലും മൊത്തം ഇങ്ങനെ ഐസൊക്കെ വീണ് സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ചങ്കു ലേക്കിലേക്കാണ് ഫസ്റ്റ് പോകാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടതാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് യാക്ക്. നമ്മൾ ഇംഗ്ലീഷ് പുസ്തകത്തിൽ പണ്ട് കുഞ്ഞാവുമ്പോൾ വയ്യിൽ നമ്മൾ യാക്ക് പഠിക്കുന്നില്ല. ഈ ഒരു സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുന്നിൽ കാണുന്നത്. ഈ ഒരു ചങ്കു ലേക്കിൻ്റെ ഇവിടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാം. 100 രൂപ ചാർജ്. പിന്നെ നമുക്കൊരു 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കയറിയിട്ട് നമുക്കിങ്ങനെ ഈ യാക്കിൻ്റെ പുറത്ത് കയറിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റാം, ഒന്ന് റൗണ്ട് ചെയ്യാം. ഈ യാക്കിൻ്റെ പുറത്ത് കയറിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റുന്നത് ഈ മലയുടെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ, പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ നമ്മൾ ചങ്കു ലേക്കിൻ്റെ അവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ബാബാ മന്ദിറിലേക്കാണ്. അപ്പോൾ ബാബാ മന്ദിറിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ആ ഒരു ടൈമിൽ അവിടെ കണ്ടിട്ടുള്ള ഒരു നദിയാണ് കേട്ടോ ഇത്. നദി എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ഇങ്ങനെ ഐസായിട്ടാണ് ഇരിക്കുന്നത്. ഇതാ ഇവിടെയാണ് ബാബാ മന്ദിർ. ഇതിലെ ശിവൻ്റെ ഒരു രൂപമുണ്ട്. അത് ഐസിലല്ല കേട്ടോ നിർമ്മിച്ചത്. നമ്മൾ മുന്നേ ഈ ഒരു നദിയുടെ അവിടെ നിന്ന് കാണുമ്പോഴേ നമ്മൾ വിചാരിച്ചത് അത് ഐസ് വീണിട്ട് ഇങ്ങനെ ശിവൻ്റെ ലിംഗം ആയതാണ്, ശിവൻ്റെ രൂപം ആയതാണെന്നൊക്കെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫ്രിഡ്ജിലുള്ള ഐസ് അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക മുന്നിൽ ഇങ്ങനെ ഐസ് കാണുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അത്ര തണുപ്പാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എത്ര തണുപ്പിൽ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ ഭയങ്കരമായ തണുത്ത കാറ്റുണ്ട്. എന്ത് രസമാണോ, ഞാനിതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരിക, അത്ര രസമാണ്. ഇതൊക്കെ നിങ്ങൾ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാട്ടോ. കണ്ടോ, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും നമ്മൾ ചില സ്ഥലത്ത് കാല് വെക്കുമ്പോൾ അങ്ങ് താണു പോവും. നാച്ചുറലായിട്ട് ഐസ് ഉണ്ടാകുന്നത് ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായൊരു എക്സൈറ്റ്മെൻറ്റ്. അതിലെന്തൊക്കെയോ അവിടെ നിന്ന് കാട്ടിക്കൂട്ടി. കുറേ നേരം ഐസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിക്കും, ഐസ് ചവിട്ടി പൊട്ടിക്കും, അങ്ങനെ എന്തൊക്കെയോ കുറേ നേരം കാട്ടിക്കൂട്ടിയപ്പോഴാണ് കൂടിയുള്ള ആൾക്കാരൊന്നും നമ്മുടെ കൂടി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. എന്നാൽ അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകാനും തോന്നുന്നുണ്ടായിരുന്നില്ല. ഇവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ബാബാ മന്ദിറിലേക്ക് പോയതായിരിക്കുന്നതാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. അങ്ങനെ നമ്മളും ഇവിടെയുള്ള പരിപാടിയൊക്കെ മതിയാക്കി ബാബാ മന്ദിറിലേക്ക് വീണ്ടും പോവാണ്. ഇതാണ് കേട്ടോ ബാബാ മന്ദിർ. ഇവിടെ ശിവൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈറ്റ് കളറിൽ. അപ്പോൾ ഇത് ഐസിൽ അല്ല കേട്ടോ ഉള്ളത്, ഇത് ശരിക്കും വൈറ്റ് കളറിലാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഇത്രയും നേരം നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു നദി, അല്ല ആ ഒരു ചെറിയൊരു അരുവി അതുണ്ടായിട്ടുള്ളത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നാണ്. അപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ മുഴുവനായിട്ട് ഐസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയിലൂടെ കുറച്ച് മാത്രമേ ഉള്ളൂ വെള്ളം വീഴുന്നു. അങ്ങനെ കുറേ നേരം പാറക്കെട്ടുകൾക്കിടയിലൂടെ നടന്ന് ആ ഒരു ബാബാ മന്ദിറിന് മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. കുറേ പേരൊക്കെ അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, ചിലർ അവിടുന്ന് ചെറിയ ചെടികളൊക്കെ പറിച്ചൊക്കെ കൊണ്ടുപോയി ഇതിൻ്റെ ഒരു മുകളിൽ കയറിയതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചധികം നേരം അവിടെ നിന്നപ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ നമ്മളെ വിളിക്കാൻ തുടങ്ങി. നമ്മളങ്ങനെ നെക്സ്റ്റ് പോയിന്റിലേക്ക്. അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു വ്യൂ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡ്രൈവറോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ആയിട്ടില്ല, നമുക്ക് ഇതിൻ്റെ നല്ലൊരു പോയിന്റിൽ കൊണ്ടുപോയിട്ട് അധികം തിരക്കില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന്.
എന്താ പറയുക, നമ്മൾ ആകാശത്ത് പോവാന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ മുകളിലൂടെ നടക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലായിരുന്നു ശരിക്കും ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ. അത്ര അടുത്ത് നമ്മുടെ ചുറ്റിലും ഇങ്ങനെ മേഘങ്ങളായിട്ട്, പക്ഷേ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പണിപാള്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ സിക്കിമിലേക്കുള്ള ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.